ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നിരിക്കുന്നത്. കാരണം ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുന്നത്. കാരണം നിങ്ങൾ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിരവധി ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ്. ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ പോയിട്ടാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് നമ്മുടെ പ്ലേ സ്റ്റോർ ലോഗിൻ ചെയ്തിരിക്കുന്ന ഏത് ജിമെയിൽ അക്കൗണ്ടാണോ ആ ജിമെയിൽ അക്കൗണ്ടിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളപ്പോൾ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് വരുന്ന മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ്, നോട്ടിഫിക്കേഷൻ ആൻഡ് ഓഫർ, പേയ്മെൻറ്റ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ, അങ്ങനെ പറഞ്ഞ നിരവധി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻസിൽ എന്ത് പുതിയ അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളിവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓവർവ്യൂ ആൻഡ് മാനേജ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, അതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും പുതിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാണുന്നതിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിരിക്കുന്ന പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഐക്കൺ കാണാം, നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് പ്രൊഫൈൽ പിക്ചർ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതൊന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. എല്ലാം നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല. അപ്പോൾ അപ്ഡേറ്റ്സ് അവൈലബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സി ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സി ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റ് വന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളിത് ചുമ്മാ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ആപ്ലിക്കേഷൻസ് എടുക്കുക. ഇപ്പോൾ എനിക്ക് ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് എനിക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഓൾറെഡി എൻ്റെ ഫോണിൻ്റെ അകത്ത് ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ കാണുന്ന ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞ് ഈ ആമസോൺ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളത് വായിച്ച് നോക്കുക. നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം ഈ അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണോ എന്ന് നോക്കിയതിന് മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ്സുകൾ, അതായത് ഈ ആപ്ലിക്കേഷൻ്റെ ഈ പുതിയ ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ, അതായത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ പെർഫോമൻസ് കൂടും. അതുപോലെ ഇതിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ആവും. പെർഫോമൻസ് എല്ലാം നമുക്ക് ഹൈ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓരോ തവണ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതോറും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഇററെല്ലാം പോയിട്ട് ബഗ്സ് എല്ലാം ഫിക്സ് ചെയ്ത് ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ തവണയും ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പനി ഓണേഴ്സ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായും അപ്ഡേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ആയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് കൊടുത്താൽ മതി. ഇനി അപ്ഡേറ്റ് ഓൾ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലും കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സ് അതല്ലെങ്കിൽ ന്യൂ അപ്ഡേറ്റ്സ് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.